എഞ്ചിനീയറിംഗ് കോളേജ് പ്രവേശനത്തിൽ സംസ്ഥാന സർക്കാരിന് കൈപൊള്ളി. വരുത്തിവെച്ച വിനയെന്നേ ഇതിനെ വിശേഷിപ്പിക്കാൻ കഴിയുകയുള്ളൂ. മത്സര പരീക്ഷ കഴിഞ്ഞ ശേഷം പരീക്ഷയുടെ വ്യവസ്ഥയിൽ മാറ്റം വരുത്തുന്ന അസാധാരണവും കേട്ടുകേൾവിയില്ലാത്തതുമായ തീരുമാനമാണ് തിരിച്ചടിച്ചത്. പ്രവേശന പരീക്ഷയായ കീമിന്റെ റാങ്ക് ലിസ്റ്റ് വന്നത് തന്നെ വൈകി. ദിവസങ്ങൾക്കുള്ളിൽ ഹൈക്കോടതി ഈ ലിസ്റ്റ് റദ്ദാക്കുകയും ചെയ്തു. കേരള ബോർഡിൽ പഠിക്കുന്ന ഒരു കുട്ടി ഫുൾ മാർക്ക് നേടിയാലും 35 മാർക്ക് അവർക്ക് കുറവ് കിട്ടുന്ന സ്ഥിതിയായിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായത്. അതിനെക്കൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് എല്ലാവർക്കും നീതി ഉറപ്പാക്കാവുന്ന ഒരു ഫോർമുലയിലേക്ക് എത്തിച്ചേർന്നത്. അത് ക്യാബിനറ്റിൽ കൂടി അംഗീകരിച്ചതിന് ശേഷമാണ് അത് നടപ്പാക്കിയത്. അതുകൊണ്ട് തന്നെ കോടതിയിൽ നിന്ന് ലഭ്യമായിട്ടുള്ള വിധി മുഖ്യമന്ത്രിയായും ക്യാബിനറ്റ് മറ്റ് മിനിസ്റ്റേഴ്സുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാമെന്നാണ് കരുതുന്നത്. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിയതിന് പിന്നാലെ മന്ത്രി പറഞ്ഞതാണിത്. ഒട്ടും ആത്മവിശ്വാസമില്ലാത്ത വാക്കുകൾ. തീരുമാനം തെറ്റെന്ന് മന്ത്രിസഭയിൽ പോലും അഭിപ്രായം വന്നതാണ്. സർക്കാരിന് പറ്റിയ അബദ്ധം എന്താണ്? എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് പൊതുപ്രവേശന പരീക്ഷയുടെ മാർക്കിനൊപ്പം +2 പരീക്ഷയുടെ ഫിസിക്സ്, കെമിസ്ട്രി, കണക്ക് മാർക്കുകളും ചേർത്ത് റാങ്ക് പട്ടിക തയ്യാറാക്കുന്നത് 2011 മുതൽ തുടങ്ങിയതാണ്. ഇങ്ങനെ റാങ്ക് പട്ടിക വരുമ്പോൾ കേരള സിലബസുകാർ ഉയർന്ന റാങ്കിൽ നിന്ന് പിന്തള്ളപ്പെടുന്നു എന്ന പരാതിയെ തുടർന്ന് പുതിയ രീതി പരീക്ഷിക്കാൻ തീരുമാനിച്ചതാണ് തിരിച്ചടിയായത്. CBSE സിലബസുകാർ കേരള സിലബസുകാരേക്കാൾ ഉയർന്ന റാങ്ക് നേടുന്നത് ശരിയാണെന്ന് പഴയ റാങ്ക് പട്ടികകളിൽ നിന്ന് വ്യക്തവുമായിരുന്നു. കേരള സിലബസുകാർക്ക് ആകെ സ്കോറിൽ 27 മാർക്ക് വരെ കുറയുകയും CBSEക്കാർക്ക് 7 മാർക്ക് വരെ കൂടുകയും ചെയ്യുന്നത് 2024 വലിയ പരാതിയായതാണ്. എന്നാൽ സർക്കാരിന് പിഴച്ചത് മാറ്റം വരുത്താൻ വൈകിയതാണ്. പരീക്ഷയ്ക്ക് അപേക്ഷിക്കുന്ന സമയത്ത് പഴയ രീതി പറയുകയും റാങ്ക് പട്ടിക തയ്യാറാക്കുന്നതിന് 1 മണിക്കൂർ മുൻപ് അതിൽ മാറ്റം വരുത്തിയതുമാണ് കോടതിയിൽ എതിർത്തതും കോടതി സർക്കാരിനെതിരെ ഉത്തരവിട്ടതും. ഒന്നും ചെയ്യാനാവാതെ സർക്കാരിന് കീഴടങ്ങേണ്ടി വന്നു. കേരള സിലബസുകാരെ രക്ഷിക്കാനായി നല്ല ഉദ്ദേശ്യത്തോടെ ചെയ്തതാണെന്നാണ് മന്ത്രിയുടെ വാദം. അത് ശരിയുമാണ്. പക്ഷേ എന്തിന് ഈ വൈകൽ? പ്രോസ്പെക്ടസ് അമെൻമെന്റിന് മുൻപ് തുടർന്നു പോന്നിരുന്ന ഫോർമുല ഉപയോഗിച്ച് റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യണമെന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. കോടതിയുടെ ഈ നിർദ്ദേശം AG അറിയിച്ചിട്ടുണ്ട്. അതുപ്രകാരം ഏറ്റവും പെട്ടെന്ന് നേരത്തെ നിലനിന്നിരുന്ന ഫോർമുല അനുസരിച്ചുള്ള റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതാണ്. സർക്കാരിന്റെ മെല്ലെപ്പോക്കാണ് ഇവിടെ കുട്ടികളുടെ ഭാവിയെ ബാധിക്കുന്നതായി മാറ്റിയത്. പുതിയ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കേണ്ടി വന്നു. റാങ്കിൽ വലിയ മാറ്റമാണ് വന്നത്. ആദ്യ റാങ്കുകൾ മാറി മറിഞ്ഞു. കേരള സിലബസുകാർ ഉയർന്ന റാങ്കിൽ നിന്ന് പുറത്തായി. ഒരു കാര്യം വ്യക്തമാണ്, എഞ്ചിനീയറിംഗ് റാങ്ക് പട്ടിക തയ്യാറാക്കുന്നതിൽ കേരള സിലബസുകാർ പറയുന്ന പരാതി ശരിയായിരുന്നു. പക്ഷേ എല്ലാവർക്കും നീതി കിട്ടുന്ന ഒരു മാർഗം ഇപ്പോഴും ഇല്ല. കേരളത്തിലെ കുട്ടികളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി നടത്തിയ ഒരു ശ്രമം യഥാർത്ഥത്തിൽ പ്രായോഗികമായില്ല. അപ്പോൾ നമുക്ക് അത് മുൻകൂട്ടി, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ഇനി മുൻകൂട്ടി ആലോചിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തി അടുത്ത പ്രാവശ്യമാകുമ്പോഴേക്ക് നമുക്ക് കേരളത്തിലെ കുട്ടികളുടെ കേരള സിലബസുമായി ബന്ധപ്പെട്ട് പഠനം നടത്തിയ കുട്ടികളുടെ താല്പര്യത്തിന് കൂടി ഉതകുന്ന രീതിയിൽ അത് കൈകാര്യം ചെയ്യണം എന്ന് തന്നെയാണ് തീരുമാനിച്ചത്. ആരെങ്കിലും പ്രോസ്പെക്ടസ് അവസാന നിമിഷം തിരുത്തു? സാമാന്യ ബുദ്ധിയുള്ള ആരെങ്കിലും ചെയ്യും? എൻട്രൻസ് കമ്മീഷണറേറ്റിലും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലും ഒരു ചിന്തയുമില്ലാതെ കാര്യങ്ങൾ ചെയ്ത് കുട്ടികളുടെ ഭാവി അവതാളത്തിലാക്കുകയാണ്. കുട്ടികളുടെ ഭാവി രക്ഷിക്കണം, സംരക്ഷിക്കണം. നിരവധി ആളുകൾ ഞങ്ങളെ ബന്ധപ്പെടുന്നുണ്ട്. അത് പ്രതിപക്ഷം ഒറ്റക്കെട്ടായിട്ട് ആവശ്യപ്പെടുകയാണ്. വീഴ്ച സംബന്ധിച്ച് പരിഹാരം ഉണ്ടാക്കണം. ദുർവാശിയും അല്ല അത്തരത്തിലുള്ള അവരുടേതായ അവകാശവാദങ്ങളും അടിസ്ഥാനരഹിതമാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെയും അതീവ ഗൗരവമേറിയ തകർച്ചയിൽ നിന്നും അനുദിന സംഭവങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം പ്രൊഫഷണൽ കോളേജ് പ്രവേശനം കോടതി കയറിയിരിക്കുന്നു. മുൻപ് സ്വാശ്രയ കോളേജ് പ്രവേശനമായിരുന്നു മുൻ LDF UDF സർക്കാരുകളെ വെട്ടിലാക്കിയിരുന്നതെങ്കിൽ ഇപ്പോൾ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിൽ
സർക്കാരിൻ്റെ വൈകിയുണ്ടായ പരാതി പരിഹരിക്കലാണ് വിനയായത്. സ്വാഭാവികമായും നീതി നിഷേധിക്കപ്പെട്ട കേരള സിലബസ് വിദ്യാർത്ഥികൾ നിയമ പോരാട്ടം തുടരും. ഇത് സർക്കാരിന് വീണ്ടും തിരിച്ചടിയായാലും അത്ഭുതപ്പെടേണ്ടതില്ല. സ്റ്റാൻഡർഡൈസേഷൻ പ്രോസസ്സിലൂടെ ഒരു കുട്ടിക്കും തൻ്റേതല്ലാത്ത കുറ്റം കൊണ്ട് നഷ്ടമുണ്ടാകരുത് എന്ന് കരുതി സതുദ്ദേശപരമായി ചെയ്ത കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട് ഏതാനും വിദ്യാർത്ഥികൾ ഹൈക്കോടതിയെ സമീപിച്ചു. സിംഗിൾ ബെഞ്ച് ഒരു വിധി പ്രസ്താവിച്ചു. ഡിവിഷൻ ബെഞ്ച് ആ വിധിയുടെ മേലെ അഭിപ്രായം പറയുന്നില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചത്. അപ്പോൾ അതിനെ തുടർന്ന് പിന്നെ സമയം വൈകിക്കാതെ നിലവിലുള്ള, അതായത് 2011 മുതൽ ഫോളോ ചെയ്യുന്ന ആ സ്റ്റാൻഡർഡൈസേഷൻ പ്രോസസ്സ് സ്വീകരിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ലിസ്റ്റ് പുറത്തുവിടുകയാണ് ഉണ്ടായത്. തീരുമാനത്തിൽ തെറ്റില്ലെന്ന് വാദിച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോഴും ന്യായീകരണം തുടരുകയാണ്. കേരള സിലബസുകാർക്കുള്ള അവഗണന ഇല്ലാതാക്കാൻ ശ്രമിച്ചു. അവസാനം അവർക്ക് പ്രതീക്ഷ കൊടുത്ത് അതില്ലാതാക്കുകയും ചെയ്തു. സർക്കാർ കൂടെ നിൽക്കില്ലെന്ന് ഉറപ്പായതോടെ വിദ്യാർത്ഥികൾ നിയമ പോരാട്ടത്തിലേക്ക് കടക്കുന്നു. തീരുമാനമെടുക്കാതെ സർക്കാർ അടയിരുന്നതിന് വിദ്യാർത്ഥികൾ കൊടുക്കേണ്ടി വന്ന വില, അതാണ് എഞ്ചിനീയറിംഗ് പ്രവേശനത്തിൽ കാണുന്നത്. വീഴ്ച സർക്കാരിൻ്റേത് മാത്രമാണ്.